റിലീസ് ദിനത്തിൽ 300 കോടി ചെലവാക്കിയ പടത്തിന് കിട്ടിയത് വെറും 25 ലക്ഷം മാത്രം. നമുക്ക് നോക്കാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. സുനിൽ ഷെട്ടിയും സൂരജ് പഞ്ചോളിയും അഭിനയിച്ച കേസരി വീർ ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസത്തിൽ തന്നെ വളരെ മോശം നിലയിലാണ്. ആദ്യ ദിവസം 1 കോടി രൂപ കടക്കാൻ ബിഗ് ബജറ്റ് ചിത്രമായ കേസരി വീറിന് കഴിഞ്ഞില്ല. ഇൻഡസ്ട്രി ട്രാക്കർ സാക്കനിൽക്കിൻ്റെ കണക്ക് പ്രകാരം ചിത്രത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യ ദിവസത്തെ നെറ്റ് കളക്ഷൻ വെറും 25 ലക്ഷം രൂപയാണ്. ബോളിവുഡിലെ വൺ ബജറ്റ് ചിത്രത്തിൻ്റെ ഈ വർഷത്തെ ഏറ്റവും മോശം ഓപ്പണിംഗ് കളക്ഷനായി മാറി ഇത്. ആദ്യ ദിവസം 1.5 കോടി രൂപ കളക്ഷൻ നേടിയ ആസാദ് പോലും ഈ ചിത്രത്തെ മറികടന്നു. ചിത്രത്തിന് വൻ പ്രമോഷനാണ് നേരത്തെ ലഭിച്ചത്. കൂടാതെ സൂരജിൻ്റെ ബോളിവുഡിലേക്കുള്ള ഏറ്റവും പുതിയ തിരിച്ചുവരവായും ഇത് കണക്കാക്കപ്പെട്ടു. അഭിനേതാക്കളായ ആദിത്യ പഞ്ചോളിയുടെയും സറീന വഹാബിൻ്റെയും മകനായ അദ്ദേഹം ഹീറോ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് സാറ്റലൈറ്റ്, ശങ്കർ, ടൈം ടു ഡാൻസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. എന്നാൽ ചിത്രങ്ങൾ പരാജയപ്പെട്ടതോടെ ശരിക്കും ഫീൽഡ് ഔട്ടായിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ കാണിക്കുന്നത് പ്രമോഷനുകൾ ഒരു തരത്തിലും ജനത്തെ സ്വാധീനിച്ചില്ലെന്നാണ്. മുൻപ് നടിയും സൂരജിൻ്റെ കാമുകിയുമായ ജിയ ഖാൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേസിൽ ഉൾപ്പെട്ടിരുന്ന സൂരജ് പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടു. മുൻപ് 2021 സ്റ്റാൻലി ഡി കോസ്റ്റയുടെ ടൈം ടു ഡാൻസ് എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. രാജ്കുമാർ റാവു നായകനായ ഭൂൽ ചുക്ക് മാഫ് എന്ന ചിത്രവുമായി മത്സരിച്ചാണ് കേസരി വീർ തിയേറ്ററുകളിൽ തിരിച്ചെത്തിയത്. അഡോക്ക് ഫിലിംസ് നേരിട്ട് OTTയിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ തിരിച്ചെത്തി. മികച്ച കളക്ഷൻ നേടിയ ചിത്രം ആദ്യ ദിവസം തന്നെ 6.75 കോടി രൂപ നേടിയെന്നാണ് വിവരം. കേസരി വീറിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം തിയേറ്ററുകൾ ലഭിക്കുമെന്ന് കണ്ടറിയണം. പ്രിൻസ് ദിമാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിവേക് ഒബ്രോയ്, ആകാംക്ഷ ശർമ്മ, മുകേഷ് അഗ്രഹാരി എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ.